കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ തെളിവായ മെമ്മറി കാർഡിന്റെ അനധികൃത പരിശോധനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പുതിയ ബെഞ്ച് ഇന്നിപ്പോൾ പരിഗണിക്കും. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചിലാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഷപ്നയോട് ചോദിക്കാം, ലീഗൽ കറസ്പോണ്ടന്റ് നമുക്കൊപ്പം തത്സമയം ചേർന്നു. ഷപ്ന, ഗുഡ് മോർണിംഗ്. ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ചയായ വിഷയമായിരുന്നു ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെയും. ഇതിൽ സാങ്കേതികപരമായിട്ട് രണ്ട് വാദങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ എന്താണ് നടന്നത് എന്ന് തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കോടതിക്ക് കൂടി ഉണ്ട്. കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത്. ഇന്നിപ്പം അതിജീവിതയുടെ ഹർജിയിന്മേൽ പുതിയൊരു ബെഞ്ച് വാദം കേൾക്കുന്നുണ്ട്. ഇന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം ഷപ്ന കോടതിയിൽ നിന്ന്? സേതു, ഗുഡ് മോർണിംഗ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, സേതു പറഞ്ഞതുപോലെ തന്നെ വലിയ ചർച്ചയായൊരു വിഷയമാണ് മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ നേരത്തെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് പ്രകാരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൈമാറിയിരുന്നു. എന്നാൽ ഈ വിചാരണ നടത്തിയ കോടതി, അതായത് ഈ മെയിൻ കേസിൻ്റെ വിചാരണ നടത്തിയ അതേ കോടതി തന്നെയാണ് ഈ കേസിൽ അന്വേഷണം നടത്തിയത് എന്നാരോപിച്ചാണ് ഇപ്പോൾ അതിജീവിത ഹൈക്കോടതിയിൽ പുതിയൊരു ഹർജി നൽകിയത്. ഈ കഴിഞ്ഞ ദിവസം അത് ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചിൽ വന്നിരുന്നു. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ്റെ ബെഞ്ചിലായിരുന്നു ഈ ഹർജി എത്തിയത്. അന്ന് മുൻപ് ഇദ്ദേഹത്തിന് മുന്നിൽ ഹൈക്കോടതി രജിസ്ട്രാർ ആയിരിക്കെ ഇദ്ദേഹത്തിന് മുന്നിൽ ഇതേ പരാതി എത്തിയിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ആ കേസ് പരിഗണിക്കുന്നത് ഒഴിവായിരുന്നു. പിന്നീടാണ് ഇന്നിപ്പോൾ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ ബെഞ്ചിൽ ഈ കേസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നും ഇപ്പോൾ ഇദ്ദേഹവും ഈ കേസ് ഒഴിയുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം എറണാകുളത്തെ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിൻ്റെ ചാർജ് ആയിരിക്കെ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ കോടതിയിൽ ഇതേ മെമ്മറി കാർഡ് എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ ഈ കാർഡ് ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. ഇതിരിക്കെ ഇന്നിപ്പോൾ ഇത്തരത്തിലൊരാവശ്യം ഹൈക്കോടതിയുടെ ഈ ബെഞ്ചും പരിഗണിക്കുമോ എന്ന് നമുക്കറിയില്ല. അതിൽ നിയമപരമായ മറ്റ് തടസ്സങ്ങളില്ലെങ്കിലും ജഡ്ജ് ഏതെങ്കിലും തരത്തിൽ തീരുമാനമെടുക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും ഈ അതിജീവിത ആവശ്യപ്പെടുന്നത് ഇതിൽ പുനരന്വേഷണമാണ്. കാരണം മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. 2018 അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ഇത് പരിശോധിച്ചു എന്ന് പറയുന്നു. പിന്നീട് സെഷൻസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ ക്ലർക്ക് മഹേഷ് മോഹൻ എന്ന ക്ലർക്ക് ഇത് ഫോണിലിട്ട് പരിശോധിച്ചു. അത് കോടതിയുടെ അനുമതിയോടെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് കോടതി അതിന് അനുമതി നൽകിയിരുന്നില്ല എന്നും പറയപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അനധികൃതമായി മെമ്മറി കാർഡ് പരിശോധിച്ചോ അതിലെ ദൃശ്യങ്ങൾ പുറത്തു പോയോ തൻ്റെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണ്. ഇതിൽ കൃത്യമായൊരു അന്വേഷണം വേണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സൈബർ പോലീസിൻ്റെ സംഘത്തെ ഉൾപ്പെടുത്തി അന്വേഷണം വേണം എന്നാണ് അതിജീവിത ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇന്നിപ്പോൾ കോടതി ഇത് പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും കേസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്.